ഹലോ നമസ്കാരം. ആർജി ജോബീസിന്റെ വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നു നിൽക്കുന്നത് നാസിക്കയുടെ ഗ്യാരേജിലാണ്. അപ്പൊ അറിയാലോ ഇത് എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അറിയാലോ? തെങ്ങണയിലെ ഹുണ്ടായ് ഗ്യാരേജിന്, അതായത് ഹുണ്ടായ് ഷോറൂമിന് അടുത്തായിട്ടാണ് നമ്മുടെ ഗ്യാരേജ് സ്ഥിതി ചെയ്യുന്നത്. ഇന്നത് കുറെ അധികം വണ്ടികളുണ്ട്, എല്ലാ കിടിലം വണ്ടികളാണ്. കാറിന്റെ വീഡിയോ ആയിട്ട് വന്നിട്ട് കുറെ അധികം ദിവസമായി. സോ എല്ലാവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് കാറിന്റെ വീഡിയോസ് വരാത്തെന്നുള്ളത്. കുറെ നല്ല കാറുകൾ, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീമിയം കുറച്ച് കാറുകൾ, അല്ല നല്ല രീതിയിലുള്ള കാറുകൾ തരണം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് തന്നെയാണ് എല്ലാ പഹയന്മാരും നമ്മളോടൊപ്പം കൂടെ ഉണ്ടാവണം. നമ്മളിത് ഇന്നത്തെ വീഡിയോ കൊണ്ട് തന്നെ ഇന്ന് മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് ചറവറ കാറിന്റെ വീഡിയോസ് വരുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടെ ഞാൻ പറയുകയാണ്. സോ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യക്കാരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. കാരണം വണ്ടി ഇല്ലാത്ത ഈ മഴ സമയത്ത് വാഹനമില്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ട് വളരെ നല്ല പ്രൈസില്, കുറഞ്ഞ പ്രൈസില് വാഹനം നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിലേക്കൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഭയങ്കര കളറായിരിക്കും. അതുകൂടാതെ ഒരു ഗംഭീര സർപ്രൈസും ഇന്നത്തെ വീഡിയോയിലുണ്ട്. അതെന്താണെന്ന് നമ്മുടെ ഓണർ വരുമ്പോഴത്തേക്കായിരിക്കും പറയുന്നത്. എന്നാലും ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ താരത്തെ നമുക്ക് ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യേണ്ട സമയമായി കഴിഞ്ഞിരിക്കുകയാണ്. നാസിക്കയാണ്. നാസിക എവിടെയാ? എന്താണ് അപ്പൊ എല്ലാവർക്കും ആർജെ ജോബിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അതാണ് സ്വാഗതം. സന്തോഷം സ്വാഗതം. അത് ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത്. കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു വീഡിയോസ് ഒക്കെ എന്ത് എന്നുള്ള കാര്യം. അപ്പൊ എന്താണ് താമസിച്ചതിന്റെ കാര്യം? താമസം എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വാളിറ്റി ഉള്ള വണ്ടികൾ കിട്ടാൻ താമസം. പിന്നെ എൻക്വയറി വരുമ്പോൾ പോകുന്നു. എല്ലാം പാർട്ടിയുടെ വണ്ടികളൊക്കെ കൊണ്ടുവരും. പേം പാർക്ക് അതോടെ സെറ്റപ്പിലായിരുന്നു. നല്ല വണ്ടികൾ വരാൻ താമസം. അപ്പൊ നല്ല വണ്ടികൾ വന്നതിന് ശേഷം മാത്രമേ ഇനി വീഡിയോ ചെയ്തിട്ടുള്ളത് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം കുറെ നാളുകൾക്ക് ശേഷമാണ് എത്തിയിരിക്കുന്നത്. അങ്ങനൊന്നും ഇല്ല. എല്ലാ ദിവസവും ആൾക്കാർ വിളിക്കുന്നുണ്ട് ജോബിയുടെ വീഡിയോ ആണ്. അതുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ പുതിയ വീഡിയോസ് ആയിട്ട് എത്തുന്നില്ല എന്നുള്ള കാര്യമാണ് ആൾക്കാർ പറഞ്ഞത്. സോ എന്തായാലും നമ്മൾ ഇത് കളറാക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇന്നെന്തോ ഒരു വേറെന്തോ ഒരു സർപ്രൈസ്. ആടും കോഴിയും പോത്തും എല്ലാം ഉണ്ട്. എന്താണ് സർപ്രൈസ്? ഒട്ടിക്ക് രണ്ടൊന്ന് പോത്തുകളും കൊടുക്കാനുണ്ട്. പോത്തിനെ കൊടുക്കാനുണ്ട്. ഈ പോത്തിന്റെ കച്ചവടം തുടങ്ങിയോ? പോത്തിനെ നമ്മള് വീട്ടിൽ വളർത്തിയതാ. ബാക്കി നമുക്ക് വീഡിയോ കാണാം. വീഡിയോ നമുക്ക് പറയാം. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വീഡിയോ കാണാം. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മള് ഗ്യാരേജിലെ ആദ്യത്തെ വണ്ടിയിലേക്ക് വന്നിരിക്കുകയാണ് അല്ലേ? ഓഫർ വണ്ടി. ആദ്യം തന്നെ ഓഫർ വണ്ടി. ഏത് എങ്ങനെയാണ് ഓഫർ വരുന്നത്? ജോബി ഇത് വരുമ്പോ 2002 ബെൻസ്. 2002 ബെൻസ്. 27 ബെൻസ്. സാധാരണക്കാരന്റെ ബെൻസ്. കൊച്ചു കുട്ടികൾക്ക് വരെ വണ്ടിയുടെ പേരറിയാം. 2002 മാരുതി 800. അതെ. കാർബേറ്റർ വണ്ടി. 28-27 വരെ പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് നിലവിൽ തീർന്നു കിടക്കും. ഇൻഷുറൻസ് എന്നാൽ എത്ര രൂപ ഇതിന്? ഇൻഷുറൻസ് ഒരു 2,800. പിന്നെ വണ്ടിക്ക് കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. വണ്ടി സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ആണ്. അത് എങ്ങനെയാ വെച്ചാൽ ഒരു 1000-2000 രൂപയുടെ പരിപാടികളുണ്ട്. ഇത് കുറച്ച് കാലമായിട്ട് നമ്മുടെ കിടക്കുന്ന വണ്ടിയാ. അപ്പം കൊടുത്തേക്കാലോന്ന് ഓർത്തു. എപ്പോ എടുക്കുന്ന ആൾക്കും എന്തെങ്കിലും ചെറിയ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ അത് ഉപകാരപ്പെടും. ആ ഒരു രീതിയിൽ എടുത്താൽ. അപ്പൊ 2002 വണ്ടി. സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇൻഷുർ തീർന്ന് കിടക്കുകയാണ്. ബാറ്ററിക്ക് ചെറിയ ചാർജുകളൊക്കെ ഉണ്ട്. ഒന്ന് ചാർജ് ഒക്കെ ചെയ്യണം. നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 23,000 രൂപ. 23,000 രൂപ ഓഫറാണ്. സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ആണ്. ബാറ്ററി വെച്ച് അപ്പർ സ്റ്റാർട്ട്. 23,000 രൂപയ്ക്ക്. 23,000 രൂപ. മൊട്ട ടയർ കാര്യങ്ങളൊന്നും. ടയറൊക്കെ 70-80% മെറ്റാലിക് പെയിന്റുവാ. പൊളി ടയറാണല്ലോ കിടക്കുന്നത്. പൊളിയല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ. മെറ്റാലിക് പെയിന്റ് കാര്യങ്ങൾ. വേറൊന്നും പറയാനില്ല. 2-3 രൂപ മുടക്കുവാണെങ്കിൽ ഓക്കെ. 1,000-2,000 രൂപ മുടക്കുവാണെങ്കിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റ് ആക്കി വിടും. ഇനിയിപ്പോ അവരത് മുടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെയ്തു തരാം. അപ്പൊ മൊത്തത്തിൽ ഒരു 23 പ്ലസ് 1000 രൂപ 24 രൂപ ഒക്കെ ഇൻഷുറൻസ് ചില്ലറയും കൂടെ ഒക്കെ വരത്തുള്ളൂ. എങ്ങനെയാണെന്ന് അവർക്ക് ഒരു 25 രൂപയുടെ അടുത്ത് വണ്ടി മെയിൻ റോഡിൽ ഇറങ്ങുന്ന സെറ്റപ്പ് ആവും. റോഡിൽ ഇറങ്ങാനായിട്ട് 25 രൂപയാണ് പറയുന്നത്. 23 രൂപയ്ക്ക് വണ്ടി ഇവിടുന്ന് എടുത്തോണ്ട് പോകാം. അതാണ്. അതിനകത്ത് ചെറിയ എന്തെങ്കിലും നമ്മൾ ചില്ലറ കാശ് ബിസിനസ് പഹയന്മാർ നമ്മൾ ചെയ്തും തരും. ഓഫർ 23 അപ്പം ഇത് ആവശ്യമുള്ള ആൾക്കാർ നേരെ പോര്. എന്താ സംഭവം? നമ്മുടെ അടുത്ത് വരുന്നവരെല്ലാം ഈ സാധാരണക്കാരെ വീഡിയോ കാണുന്ന ആൾക്കാർ മൊത്തം ഹൈഫോർ സ്റ്റേറ്ററിൽ ആരും ഇല്ല. എല്ലാം സാധാരണപ്പെട്ട ആൾക്കാരാണ്. വേണ്ടിയിട്ടുള്ള വണ്ടികളാണ് കൊടുക്കുന്നത്. തന്നെ ഒരു പാസ്റ്റർ എന്റെ അടുത്ത് വന്നു. എന്നിട്ട് ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് വീഡിയോ കണ്ടു. അപ്പൊ ഞങ്ങൾ സാധാരണക്കാരൻ ആടും കോഴിയും താറാവിനും ഒക്കെ വിറ്റിട്ട് ഞങ്ങൾ വണ്ടി എടുക്കുന്നത്. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഒരു 1.5 രൂപ റേഞ്ച് ചെറിയ ബഡ്ജറ്റുള്ള ആൾക്കാർക്ക് നമ്മൾ ഈ വണ്ടി ചെയ്ത് വിടുന്നത്.
അപ്പൊ അതുപോലുള്ള കസ്റ്റമറായി വരുന്നത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യണം, ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രയോജനം, അങ്ങനെ പ്രയോജനം ചെയ്യുന്ന വണ്ടിയാണ്. യെസ്. അപ്പോൾ 23 രൂപയ്ക്ക് 23 രൂപയിൽ നിന്ന് എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. ചെറിയൊരു മാറ്റം. ചെറിയൊരു മാറ്റം ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ ഉറപ്പായിട്ടും നേരെ പോരെ തെങ്ങനായുള്ള വിളിച്ചിട്ടേ വരാവുള്ളൂ. അതുണ്ട് കേട്ടോ. ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് മാത്രമേ വരാവുള്ളൂ. വിളിക്കാതെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണത്തില്ല ആള്. ഇവിടുത്തെ ഒരു സംഭവം ചെയ്യാൻ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞുതരാം. ഇനി കള്ളന്മാരുണ്ടെങ്കിലും അവർക്കൂടെ പറഞ്ഞു തന്നേക്കാം. ഇവിടെ ആള് മിക്ക സമയത്ത് കാണത്തില്ല. വണ്ടി ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ വന്ന് ചിലപ്പോൾ വണ്ടി നോക്കാം. പക്ഷേ ഇവിടെ വണ്ടി ഞാൻ ഇവിടെ തന്നെ വന്നിട്ട് പല സമയത്ത് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടവർ. ഇങ്ങനെ പല സ്ഥലങ്ങളിലായിരിക്കും പോകുന്നത്, പല ബിസിനസ് ഉള്ളതുകൊണ്ടല്ലേ. അപ്പോൾ എന്തായാലും സാധാരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വാഹനം 23,000 രൂപയിൽ നിന്ന് എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്തിട്ട് അത് അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ അടുത്ത വണ്ടിയിൽ പോകാം. ഓഫർ പ്രൈസിൽ ആദ്യത്തെ വണ്ടി. അപ്പൊ നമ്മൾ നേരെ അടുത്ത വണ്ടിയിലേക്ക് വന്നിരിക്കുക അല്ലേ. അടുത്ത വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒമിനിയാണ്. മാരുതി ഒമിനി. നല്ല കുട്ടപ്പൻ വണ്ടിയാണ്, നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന്റെ എങ്ങനെയാണ് കവർ ചെയ്യും? ഇത് വരുമ്പോ 2012 മോഡൽ, ലാസ്റ്റ് മോഡൽ വണ്ടിയാണ്. ബ്ലാക്ക് സീറ്റും കവറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അടിപൊളിയാണ്. ഇൻസൈഡ് കാണാനിന്റെ ക്ലീൻ ആണ് കേട്ടോ. വല്ല ഇതിന് ഹിസ്റ്ററി എല്ലാം ഉണ്ടോ? ഇത് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 2012 ലാസ്റ്റ് ഒമിനി. 2012 ലാസ്റ്റ് ഒമിനി. 5 സീറ്റ് പെട്രോൾ ആണ് വാഹനം. MBFA ആണ്. സെക്കൻഡ് ഓണർ ആണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. സർവീസ് ബുക്ക്, 2 താക്കോല കാര്യങ്ങളെല്ലാം വണ്ടിക്ക് അവൈലബിൾ ആണ്. പിന്നെ ടയർ ഫോം ഒക്കെ വരുമ്പോൾ ഫ്രണ്ടിലെ 2 ടയർ ആവറേജ് കണ്ടീഷൻ, ഒത്തിരി കൂടുതൽ ആവറേജ് കണ്ടീഷൻ. പിന്നെ 3-4 ടയറും പുറകിൽ നിന്ന് നോക്കുമ്പോഴും ഫ്രണ്ടിലെ ചെറിയ ആവറേജ് കണ്ടീഷനേ ഉള്ളൂ. ബാക്കി ഇതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 2012 5 സീറ്റ് പെട്രോള്. LPG കയറിയിട്ടേ ഇല്ല വണ്ടി. റീപ്ലേസ്മെന്റ് ഇല്ല. പെട്രോൾ തന്നെയാണ്. പക്ക പെട്രോള്. 5 സീറ്റ് വണ്ടി. പാച്ചവർക്കോ കാര്യങ്ങളൊന്നുമില്ല. പക്ക ടച്ച് ആൻഡ് പോളിഷ് എല്ലാം ചെയ്തിട്ടേക്കുന്നതാണ്. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 1,35,000 ഉദ്ദേശിക്കുന്നത്. 1,35,000 രൂപ ഉദ്ദേശിക്കുന്നത്. ഇതിന് ഫിനാൻസ് അവൈലബിൾ ആണ്. ഇത് നമുക്ക് 1 രൂപയോളം ഫിനാൻസ് അവൈലബിൾ ആണ്. ഒരു 30-35 രൂപ ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് കൊണ്ടുപോകാം. ഫിനാൻസ് ചെയ്ത് തരാം. ബാക്കി പേപ്പറും കാര്യങ്ങളെല്ലാം പക്ക വണ്ടി. എത്ര വരെ ഉണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ? പേപ്പർ വരുമ്പോ 2027 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. വയർ നിറച്ച്, അത്യാവശ്യം വയർ നിറച്ച് പേപ്പർ ഉള്ള വണ്ടിയാണ്. ചെറിയ എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്കൊക്കെ ആണെങ്കിലും ഉപകരിക്കും. ഓക്കെ. അപ്പൊ ഇതിപ്പം പാർട്ടിയുടെ പേരിലേക്ക് മാറ്റി കൊടുക്കുമ്പോഴത്തേക്ക് പേര് മാറ്റി കൊടുക്കും. അപ്പം ഏകദേശം 2027 വരെ എന്തായാലും പേപ്പർ ഉള്ളതാണ്. 2012 മോഡല് ഒമിനിയാണ്. അതായത് ഒമിനി എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാലോ, നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം ഈ സാധനം. എല്ലാം കാര്യങ്ങൾക്ക്, അതായത് ചെറിയൊരു കച്ചവടം ഉണ്ടെങ്കിലോ ചെറിയൊരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒമിനി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ നടന്നു പോകും. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഈ ഒമിനി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചെടുക്കണം. ഈ റീപ്ലേസ്മെന്റും ഗ്യാസും ഉള്ള വണ്ടികൾ എടുക്കാൻ പണിയാ. പാച്ചവർക്കും അറിയാൻ പറ്റും. അത് നമുക്ക് ഓരോ വണ്ടിയുടെ കണ്ടീഷൻ നോക്കുമ്പോൾ അറിയാം. അതായത് റീപ്ലേസ്മെന്റ് ഇതിനകത്ത് ഇപ്പം ഗ്യാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ പഞ്ചിങ് ആണ് സൈഡിൽ. ഇടി കിട്ടിയ വണ്ടി ആ സൈഡിൽ പഞ്ചിങ് ഇല്ലേ, ലൈൻ പഞ്ചിങ് ഇല്ലേ, അങ്ങ് വരെ കാണും സ്ട്രെയിറ്റ്. അത് ഇടി കിട്ടിയ വണ്ടിയാണ്. ഇത് പിന്നെ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും. സാധാരണക്കാരൻ അറിയാം. പിന്നെ വണ്ടിയുടെ നമ്പർ നോക്കണം. ഗ്ലാസ് ഇത് നോക്കുക. ഇത് ഇവിടെ എത്ര നമ്പർ കിടക്കുന്നത്? ഇത് 2012. അതുപോലെ എല്ലാ ക്ലാസ്സിലും 2012 കാര്യങ്ങളെല്ലാം ഉണ്ട്. വീഡിയോയും കാര്യങ്ങളും കിട്ടില്ല. ഇത് നമ്മുടെ കണ്ണഞ്ചിറയിലുള്ള ഒരു മെക്കാനിക്കിനുണ്ട്. ബൈക്ക് വർഷപ്പുകാരന്റെ വണ്ടിയാണ്. ഓർമ്മ പറയുക. പുള്ളി പേയാൻ പാർക്കിന് വിട്ടേക്കുന്ന വണ്ടിയാണ്. 1,35 ചോദിക്കുന്നു. നമുക്ക് 1 രൂപ അടുത്ത് ഫിനാൻസും ചെയ്തു തരാം. അപ്പം ഒമിനി സാധാരണപ്പെട്ട ആൾക്കാർക്ക് നല്ല അടിപൊളിയായി സുന്ദരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. കുടുംബമായിട്ട് ഫാമിലി ആയിട്ട് പോകണമെങ്കിലും അടിപൊളിയാണ്. അതുകൂടാതെ നമുക്ക് ഭയങ്കര യൂസേജ് ആണ്. ഇത് ഭയങ്കര രസമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ സംഭവം ഇതിന്റെ ഫ്രണ്ടേജ് ഒട്ടും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിരുന്ന് ഓടിക്കുമ്പോൾ മാത്രമേ കാർ ഓടിക്കുന്നതിനേക്കാളും നമുക്ക് ഫ്രണ്ട് എല്ലാം പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അല്ല, നമ്മുടെ വീഡിയോ കാണുന്നവരൊന്നും അറിയാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ കാണുന്നത്. അവർക്ക് ഒരു ഉപകാരപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര ലെങ്തി ആയിട്ട് വിശദീകരിച്ച് കൊടുക്കുന്നില്ല. നമുക്ക് ഇതിനകത്ത് വലിയ ഉപകാരങ്ങളൊന്നുമില്ല. അപ്പൊ ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,35,000 രൂപയാണ്. 1,00,000 രൂപ വരെ നമുക്ക് ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. 35,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കിക്കൊണ്ട് നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് ചെറിയൊരു അടിപൊളി ഒരു പൈസയ്ക്ക് നമുക്ക് അടിപൊളി ഒരു വണ്ടി കൊണ്ട് പോകാൻ പറ്റും. ഇതിന് വേറെ മെക്കാനിക്കൽ പരിപാടികളൊന്നും തന്നെ ഇല്ല. വണ്ടിയുടെ പേപ്പർ 27 വരെയാണ് കിടക്കുന്നത്. 2012 മോഡലാണ്. 27 ലാസ്റ്റ് വരെ ഉണ്ട്. 2012 മോഡലാണ്. ഒമിനിയാണ്. വൈറ്റ് കളറാണ്. സോ നമ്പറും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് 13-12 നേരെ തിരിച്ചിട്ട് 12-13 കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു. ഇനി എന്തായാലും അടിപൊളി. അപ്പം നമുക്ക് നേരെ അടുത്ത വാഹനത്തിലേക്ക് ആവാം. 1,35,000 രൂപയാണ് ചോദിക്കുന്നത്. സോ അപ്പം ഞാൻ വണ്ടി എടുത്തതിന് ശേഷം ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, റെനോൾട്ടിന്റെ കിഡ് എടാ ഈ ടൈപ്പ് വണ്ടി അവിടെ കിട്ടും, ഈ ടൈപ്പ് വണ്ടി അവിടെ കിട്ടും എന്നുള്ള കാര്യം. ഞാൻ പല ആൾക്കാരെ ഇങ്ങോട്ടേക്ക് തന്നെയാണ് പ്രിഫർ ചെയ്തിട്ടുള്ളത്. വീണ്ടും നമ്മൾ റെനോൾട്ടിന്റെ കിഡിലേക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കിഡ് എന്ന് പറഞ്ഞ വാഹനത്തിലേക്കാണ് വന്നിരിക്കുന്നത്.
ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. എങ്ങനെയാണ് ജോബി? ഇത് വരുമ്പോ 2015 ലാസ്റ്റ് വണ്ടിയാ. 16 വേണം വിശ്വസിപ്പിക്കാം. 16 പറയണം. 15 ലാസ്റ്റ് വണ്ടി. ഒരു 2-3 ദിവസത്തിന് വ്യത്യാസം. ഇത് വരുമ്പോ കിഡ് 2015 RXL എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. RXL എന്ന് പറഞ്ഞ ഓപ്ഷൻ അതെന്ന് പറയുമ്പോ AC പവർ സ്റ്റിയറിംഗ് മാത്രമുള്ള ഒരു ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്. പവറിന്റെ വരത്തില്ല. അഡീഷണൽ ആയിട്ട് റിവേഴ്സ് ക്യാമറ, സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഉണ്ട്. സെൻസർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. രണ്ട് പവറിന്റെ മാത്രം ഇല്ലെന്നേ ഉള്ളൂ. ഒരു 23 മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ്. 23 മൈലേജ് ഉണ്ട്, എന്തായാലും കിട്ടും. 800 cc വണ്ടിയാണ്. ഇത് ഡീസലാണ്, പെട്രോൾ ആണ്? ഇത് പെട്രോൾ വണ്ടി. കിഡ് പെട്രോൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഇത് RXL എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. പെട്രോൾ ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ലെതർ സീറ്റ്, റിവേഴ്സ് ക്യാമറ, മ്യൂസിക് സിസ്റ്റം എല്ലാം അഡീഷണൽ ഉണ്ട്. 4 കരിം പുത്തൻ ടയർ കാര്യങ്ങളുണ്ട്. ചെള്ളയാണ്ട് കാണാത്തതാണ്. പുത്തൻ ടയറാണ്. പുത്തൻ ടയർ, 4 പുത്തൻ ടയർ. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും നമ്മള്. ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലീൻ വണ്ടി, ഒരു അപാധകളോ ഒന്നുമില്ല. നിക്കേ ഒന്ന് പോസ് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ബോണറ്റ് കൂടെ ഞാൻ പൊക്കി കാണിക്കാം. ഇതിന്റെ ബോണറ്റ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തും. പുത്തൻ വണ്ടി പോലെ നിൽക്കുന്ന വണ്ടി, ഹൈ ക്വാളിറ്റി നിൽക്കുന്ന 54,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നമുക്ക് ഫുൾ ഓൺ ചെയ്തു തരാം. ഫുൾ ഓൺ 10 പൈസ വേണ്ട. എന്നാ അങ്ങനെ നമ്മൾ പറയുന്നത്. എന്നാലും നമുക്ക് ടോക്കൺ ഒരു അഡ്വാൻസ് അടിച്ചാലേ നമ്മൾ ചെയ്യത്തുള്ളൂ. എന്ന് വെച്ചാൽ കച്ചവടം നടക്കാനായിട്ടുള്ള ആണോ ഫുൾ ഓൺ ചെയ്തു തരാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് 2,10,000 പ്രൈസ് ഉദ്ദേശിക്കുന്നത്. 2,10,000 ഫുൾ ഓൺ കിട്ടും. പിന്നെ ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നമുക്ക് മാറ്റം വരുന്നത്. ശരി, 2,10 ഒരു ന്യായമായിട്ടുള്ള പ്രൈസ് ആണ് കേട്ടോ, നല്ല പ്രൈസ് ആണ്. പിന്നെ എന്റെ വണ്ടിക്കും ഏകദേശം 2,60, 2,70 ആ ഒരു റേഞ്ചിലാണ്. നല്ല വണ്ടിയായത്, മനസ്സിലായോ? വേറെ ഒന്ന് ഇപ്പൊ ഓൾട്ടോ മാരുതി കാറിലൊക്കെ എടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന പാർട്ടികൾക്കൊക്കെ ആണെങ്കിൽ അതെ, ഒരു ഓൾട്ടോ നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾട്ടോ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാരുതി 800 എടുക്കാനായിട്ട് ഉള്ള ഒരു പ്ലാൻ ഉണ്ട്. ഓൾട്ടോ എടുക്കാനായിട്ടുള്ള പ്ലാൻ ആണെങ്കിൽ അതിൽ നിന്നും ഒന്നുകൂടെ ഷിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി എടുത്താൽ കുറച്ചുകൂടെ ലക്ഷറി ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ നിസാന്റെ റൈനോട്ട് എന്ന് പറയുമ്പോൾ നിസാൻ തന്നെയാ, വേറെ ഒന്നും പേടിക്കാനില്ല. നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് വെളിയിൽ ഓയിലും ഫിൽറ്ററും മേടിച്ച് നമ്മൾ ഞാൻ എന്റെ വണ്ടി ഇവിടെ നിർത്തിയതിനു ശേഷം പിന്നെ ഫുള്ള് സർവീസും കമ്പനി തന്നെയാണ്. കമ്പനി തന്നെ സർവീസ് ചെയ്യുമ്പോൾ എനിക്ക് ഏകദേശം ഒരു 3,000-4,000 രൂപ അത് തന്നെയാണല്ലോ. അതെല്ലാം പുറത്ത് സർവീസ് ചെയ്യണേ അതിനേക്കാൾ കുറവില്ല. 1,000-1,500 രൂപയ്ക്കാണ് എന്റെ കാര്യങ്ങൾ സർവീസ് ഫുള്ള് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഒരു സർവീസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ കാര്യത്തിലും ഞാൻ ഈ വണ്ടിയിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇത് എടുക്കാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാർക്ക് 2,10 2016 മോഡൽ വേറെ ഒരെണ്ണം കിടപ്പുണ്ട്, അത് ഇപ്പം വരും. അതെ, 2010 മോഡല്, സോറി 2016 മോഡല്, 16 ലാസ്റ്റ് മോഡല്, 15 ലാസ്റ്റ്, ഏകദേശം 2,10,000 രൂപ. കറക്റ്റ് ആണോ അത്? അതോ അതിനകത്ത് ചെറിയ മാറ്റം നമുക്ക് വരും. ചെറിയ മാറ്റം എന്തായാലും വരും. ഫുൾ ഓൺ അത് നമുക്ക് ഫിനാൻസുകാർ ഫുൾ ഓൺ നമുക്ക് 40-42 പേര് ഫിനാൻസുകാർ. അതെ, ഇതിനകത്ത് ഫിനാൻസ് ഫുൾ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ, 100% ഉറപ്പാണ്. കാരണം എന്റെ വണ്ടിക്ക് അങ്ങനെ തന്നെ ആയിരുന്നു. ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടിയിൽ നിന്നും അടുത്തൊരു വേറൊരു റെനോൾട്ട് കിറ്റ് ഉണ്ട്, അത് നമുക്ക് വേറൊരു വണ്ടിക്ക് ശേഷം കാണാം. സോ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. പിന്നെ ബോണറ്റ് നമുക്ക് കാണിക്കാം. സോ നമ്മൾ അടുത്തൊരു വാഹനത്തിലേക്ക് വന്നിരിക്കുകയാണ്. അടുത്തത് ഒരു ലക്ഷറി വാഹനം തന്നെയാണ് അല്ലേ? സെഡാൻ സെഗ്മെന്റ് വരുന്ന ഒരു കിടിലൻ വണ്ടിയാണ്. എനിക്ക് വണ്ടിയുടെ ഇന്റീരിയർ ഒക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം അത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ. അതിൽ തന്നെ തുടങ്ങാം. ഇത് വരുമ്പോ ജോബി, ഇത് വരുമ്പോ 2012 നിസാന്റെ സണ്ണിയാണ്. നിസാന്റെ സണ്ണി തന്നെ രണ്ടുപേര് ഡീസലും പെട്രോളും ഇറങ്ങുന്നുണ്ട്. ഇതേത് വേരിയന്റ് ആണ്? ഇത് പെട്രോൾ വേരിയന്റ് ആണ്. നിസാന്റെ ഡീസൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ഭയങ്കര മൈലേജ് മെയിൻ്റെനൻസ് കുറവുള്ള വണ്ടിയാണ്. 10-26 മൈലേജ് ഒക്കെ കിട്ടുന്ന ചില ആൾക്കാരൊക്കെ പറയുന്ന വന്ന് കേൾക്കാം. പിന്നെ ഇതിനകത്ത് കൊട്ടാരത്തിനകത്ത് ഇരിക്കുന്ന പോലെ ഇതിനകത്ത് ഇരിക്കുന്നത് സ്പേസ് ഉണ്ടാവുമല്ലോ, വണ്ടിക്കകത്ത് സ്പേസ് ഉണ്ട്. കാലൊക്കെ നിവർത്തി കിടന്ന് വേണേ പോവാം. അതുപോലെ ഇത് വരുമ്പോ പെട്രോൾ വാഹനമാണ്. 2012 XL എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. ഇതിന് ഇപ്പം വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഉണ്ട്, ടച്ച് സ്ക്രീൻ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്, ലെതർ സീറ്റ് ഉണ്ട്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക വണ്ടി. ഒരു മൈലേജ് എന്ന് പറയുമ്പോൾ നിസാന്റെ വണ്ടി ആയതുകൊണ്ട് മൈലേജ് ഒരു 18-20 പെട്രോളിൽ കിട്ടും കേട്ടോ. 20 കിട്ടും, ഉറപ്പായിട്ടും കിട്ടും, 100%. ഒരു 18-19 വരെ കിട്ടി. എന്ന് വെച്ചാൽ ഞാനൊരു 70-80 നല്ലൊരു ഓടിച്ചപ്പോൾ ആ റേഞ്ച് കിട്ടും. ഇച്ചിരി മയത്തിന് പോവാണെങ്കിൽ മൈലേജ് കിട്ടും. ലോ മെയിൻ്റെനൻസ് നിസാൻ ആയതുകൊണ്ട്. പിന്നെ സണ്ണിയാണ്. ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വരുവാണെങ്കിൽ ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ എത്ര വരെയാണുള്ളത്? പേപ്പർ വരുമ്പോ 27 ലാസ്റ്റ് വരെ ഉണ്ട്. ഇൻഷുറൻസ് പുതിയ എടുത്തു വരും. ഇൻഷുറൻസ് തീർന്ന് കിടക്കുവാണ്, പുതിയ എടുത്തു വരും. ഇൻഷുറൻസ് എടുത്തു വരും. എത്ര വരെയാണ് പേപ്പർ ഉള്ളത്?
പേപ്പർ 27 ലാസ്റ്റ് വരെ ഉണ്ട്. 27 ലാസ്റ്റ്. പിന്നെ ടയർ ഫാം ഒക്കെ 3 പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ടയർ ഇച്ചിരി മടുപ്പുണ്ട്. ഈ സൈഡിലെ ടയർ ഇച്ചിരി മടുപ്പുള്ളത് പുത്തനാണ്. ഈ സൈഡിലെ സ്റ്റെപ്പിന് ടയർ ആണ് ഇരിക്കുന്നത്. അത് ചെറിയൊരു മടുപ്പുണ്ട്. അത് സ്റ്റെപ്പിന് മാറിയിട്ടാ മതി. വേറെ ഉണ്ട്. പിന്നെ മുസ്ലിങ്ങൾക്ക് ഇവൻ സുന്നി, ഹിന്ദുക്കൾക്ക് ഇവൻ സണ്ണി, അങ്ങനൊക്കെ പറയുന്ന ഒരു ട്രോളൊക്കെ കേട്ടിട്ടില്ലേ? ഇന്റീരിയറിലൊക്കെ പക്ക കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പക്ക. ബോണറ്റിന് ഞാനൊന്ന് കാണിക്കാം ജോബി, അതിന്റെ ക്വാളിറ്റി അറിയണമെങ്കിൽ നമുക്ക് മനസ്സിലാവണമല്ലോ. എന്റെ ബോണറ്റ് ഞാൻ പൊക്കി കാണിക്കാം. ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. അത്യാവശ്യം നല്ല വൃത്തി വണ്ടി, വേറെ ഒന്നും പറയാനായിട്ടില്ല. എങ്ങനെയുണ്ട്? ഒരു ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക അതാ പുത്തൻ കണ്ടീഷൻ നിൽക്കുക. അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഇതൊരു സിനിമ ഡയറക്ടറുടെ വണ്ടിയാണ്, ഒരു മ്യൂസിക് ഡയറക്ടറുടെ വണ്ടിയാണ്. നമ്മളൊരു കമ്പനി ആളാണ്ട് പുള്ളി വിൽക്കാനായിട്ട് തന്നെ എത്തിച്ചേക്കുന്നത്. അത്യാവശ്യം അടിപൊളി വണ്ടി, പുതിയ ബാറ്ററി കാര്യങ്ങളെല്ലാം. അപ്പൊ എന്തായാലും ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൈസ്? ഇനി ഇതിന്റെ ഒരു വില നിലവാരത്തിലേക്കാണ് ഇത് വില നിലവാരം ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 2,20,000 രൂപയാണ് ചോദിക്കുന്നത്. 2,20,000 രൂപ ഭയങ്കര ഓഫറാണ്. 2.5 രൂപ കുറഞ്ഞ് നിങ്ങൾക്ക് വണ്ടി കിട്ടത്തില്ല. 2.5 കുറഞ്ഞ് എനിക്കറിയാം 100% അത് പെട്രോൾ വണ്ടി ആരും കൊടുക്കത്തില്ല. ഇതിന് മെയിൻ്റെനൻസ് കുറവാണ്. വെള്ളത്തിൽ പിടിച്ച് മുക്കിയാൽ വരെ വണ്ടി സ്റ്റാർട്ടാവും. പിന്നെ അത്യാവശ്യം നല്ല നീളവും കാര്യങ്ങളെല്ലാം. ലോ മെയിൻ്റെനൻസ്. പെട്രോൾ വണ്ടി കിട്ടത്തില്ല, ഡീസൽ വണ്ടി കുറെ ഉണ്ട്. ഇത് 2,20,000 രൂപ ചോദിക്കും. നമുക്കൊരു 2,20,000 രൂപ ചോദിക്കുന്നത്. മാക്സിമം നമുക്കൊരു 80% നമുക്ക് ഫിനാൻസും ചെയ്യാം. നല്ല കസ്റ്റമർ ഫിനാൻസ്. അപ്പൊ ഇങ്ങനെ ഒരു വണ്ടിക്ക് ഫിനാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടാ വരണ്ടേ? രസീത് വേണം, അത്യാവശ്യം സിവിൽ സ്കോർ വേണം, പിന്നെ വീട് വാർത്തയായിരിക്കണം, അങ്ങനെയുള്ള സംഭവങ്ങൾ. വീട് വാർത്തയായിരിക്കണം, അങ്ങനെ ഉണ്ടോ? റോഡും കാര്യങ്ങളൊക്കെ ഇട്ട് വീടുകൾക്കൊന്നും ഫിനാൻസുകാർ ചെയ്തു കൊടുക്കുന്നത്. അത്യാവശ്യം കൊള്ളാൻ തെറ്റില്ലാത്ത ഒരു വീടായിരിക്കണം. പിന്നെ സിവിൽ സ്കോർ, പിന്നെ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നമുക്ക് അത് അതിന്റെ രീതി മട്ടത്തിൽ നമുക്ക് ചെയ്തു തരുന്ന ഫിനാൻസുകാരുണ്ട്. സ്കോറൊക്കെ സെറ്റ് ആക്കിയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇനി എന്തായാലും ഈ വണ്ടി വേണ്ടിയവർക്ക് നേരെ ഇങ്ങോട്ടേക്ക് വരാം. നിസാന്റെ സണ്ണി എന്ന് പറയുന്ന 2027 വരെ പേപ്പറുള്ള 2027 ലാസ്റ്റ് വരെ ഉണ്ട്. 2012 മോഡലാണ്, എക്സൽ ആണ്. ഇതിന് മൈലേജ് എങ്ങനെ വരുന്നത്? മൈലേജ് എങ്ങനെ പെട്രോൾ 18 പൊക്കം ഞാൻ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ 20 കിട്ടും, 100% 20 കിട്ടും. ആ കിഡിനൊക്കെ കിട്ടുന്ന സെയിം ഇത് കിട്ടും. പിന്നെ ആ പവർ നമ്മൾ അപ്പൊ ബുക്കും പേപ്പറും കാര്യങ്ങളെല്ലാം സെക്കൻഡ് ഓണർ ആണ് വണ്ടി കിലോമീറ്റർ ഓടിയേക്കുന്നത് അതേ ലോ കിലോമീറ്റർ വണ്ടി ഓടിയേക്കുന്നത്. അത് ഓടിയിട്ടില്ല. ജോബിക്ക് വീഡിയോ കാണാം, കിലോമീറ്റർ കാര്യങ്ങളെല്ലാം കാണാം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഫ്ലഡ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു സെഡാൻ വണ്ടി, ലോങ് കയറുന്ന ഒരു സെഡാൻ വണ്ടി നോക്കുന്നുള്ളവർ ഒരു 2,50,000 രൂപ വരെ നിങ്ങൾ നോക്കുന്ന ഒരു സെഡാൻ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഒരു 15-20% ഒരു മൈലേജും കൂടെ 18 പറഞ്ഞു. 18 പൊക്കം, 100% പറഞ്ഞു. പക്ക 18 പൊക്കം കിട്ടും. നിസാൻ ആയോണ്ടാ ഞാൻ പറയുന്നത്. ആവശ്യമുള്ളവർക്ക് നേരെ വരാം. ഒരു 2.20 വരെ മാക്സിമം. ഒരു 2 രൂപ 1.80 ഒക്കെ ചിലപ്പോ നമുക്ക് നല്ല കഷ്ടമാണ് ഫിനാൻസ് ചെയ്ത് 2 രൂപ ചോദിക്കുന്നത്. അത് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തും തരാം. ശരി, ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് എങ്ങനെ ഈ കുറവില് ഒരുപാട് പേര് വണ്ടി എടുക്കുമ്പോഴത്തേക്കിന് ഭയങ്കര കൂടുതൽ വില എന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് എവിടുന്ന ഈ വണ്ടിയെല്ലാം കുറവ് കിട്ടുന്നത്? നമുക്ക് ഓരോ പാർട്ടികൾ നമ്മളെ വിൽക്കാൻ, ഞങ്ങളുടെ ഒരു സംശയമാണത്. ഓരോ പാർട്ടികൾ നമ്മളെ വിൽക്കാനായിട്ട് ഏൽപ്പിക്കുന്നുണ്ട് വണ്ടി. അതാണ് നമ്മൾ പേ ആൻഡ് പാർക്ക് ചെയ്യുന്നത്. പിന്നെ ഷോറൂമുകളിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്, നമ്മുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ വെച്ച് വരുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഡീൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കുറഞ്ഞു കിട്ടും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അവര് പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്നത് ഇതെല്ലാം ഷോറൂമിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന വണ്ടികളാണ്. അവർക്ക് എത്രയും പെട്ടെന്ന് ഇത് കൊടുക്കണം. അപ്പൊ അവർക്കൊരു വിശ്വസ്തമായ ഒരാളുടെ കയ്യിലായിരിക്കും അവർ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഡീലിലാണ് നമുക്ക് വണ്ടി വരുന്നത്. ശരി, എന്തായാലും വിശ്വസ്തീയമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ വണ്ടി എടുക്കാം. ഈ വണ്ടി എടുക്കാണ്ട് 2,20,000 രൂപയാണ് നിസാന്റെ സണ്ണി എന്ന് പറയുന്ന ഏറ്റവും കിടില ഒരു വണ്ടിക്ക്. ക്രിസ്ത്യാനികൾക്ക് ഇവൻ സണ്ണി, ഹിന്ദുക്കൾക്ക് ഇവൻ ഉണ്ണി, മുസ്ലിങ്ങൾക്ക് ഇവൻ എന്താ ഞാൻ പറയുന്നില്ല, പറഞ്ഞു. അത് നിങ്ങൾ പറഞ്ഞാൽ അപ്പൊ അത് അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. എന്തായാലും വണ്ടി വേണ്ടിയവര് നേരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരിക. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അപ്പൊ നമ്മള് അടുത്ത വണ്ടിയിലേക്ക് വന്നിരിക്കുന്നത് ഷെവർലെറ്റിന്റെ സ്പാർക്ക് അല്ലേ? സ്പാർക്ക് എന്ന് പറഞ്ഞിട്ട് വണ്ടിയാണ്. റെഡ് കളറാണ്, വൈൻ റെഡ് കളറാണ്. അപ്പം എങ്ങനെയാണ് ഇതിന്റെ ഒരു കാലപ്പഴക്കം കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്? ജോബി, ഇത് വരുമ്പോ ഷെവർലെറ്റിന്റെ ഒരു കുട്ടി വണ്ടിയാണ്. ഷെവർലെറ്റിന്റെ അത്യാവശ്യം
പെട്രോൾ സെഗ്മെന്റിൽ അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ്. പെട്രോൾ സെഗ്മെന്റ് ഒരു 15-16 ആ റേഞ്ച് പൊക്കത്തിന്റെ മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടിയാണ്. നമ്മുടെ വാഹനം വരുമ്പോൾ 2009 വാഹനമാണ്. ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ, ഗ്ലാസ് ഒക്കെ 2009 അല്ലേ കിടക്കുന്നത്. നോക്കിയേ, 2009 ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പുതിയ പേപ്പർ 25,000 രൂപ എടുത്ത് 5 കൊല്ലത്തേക്ക് പേപ്പർ എടുത്തേക്കുന്ന വണ്ടിയാണ്. 2030 ചില്ലറ വരെ പേപ്പർ ഉണ്ട്. 36 മാസം വരെ പേപ്പർ ഉണ്ട്. ശരി, വേറെ ഇടിയോ കാര്യങ്ങളൊന്നും ടയർ ഭാഗം ഒക്കെ ഒരു 40-60 ആ ശതമാനം ഉണ്ട്. ആ രീതിയിലുണ്ട്. അത്യാവശ്യം കൊള്ളാവുന്ന ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റെപ്പിനി ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ? ആ സ്റ്റെപ്പിനി ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ല, നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ജാക്കി ആണെങ്കിലും സ്റ്റെപ്പിനി ആണെങ്കിലും. ഓരോ വണ്ടി ചിലപ്പോൾ വണ്ടികൾ പർച്ചേസ് ചെയ്യുമ്പോൾ ജാക്കി കാണത്തില്ല, സ്റ്റെപ്പിനി കാണത്തില്ല. ആ രീതിയിലായിരിക്കും കസ്റ്റമർ തരുന്നത്. ഇതിന് വേറെ എന്തെങ്കിലും ഇടിയോ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഇതിനിപ്പോ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇത് ചെറിയൊരു സെഗ്മെന്റ് ഉള്ള ഒരു വണ്ടിയാണ്. ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളല്ല അങ്ങനെ എങ്ങനെയാ വെച്ചാൽ ഒരു മെയിൻ്റെയിൻ ഒരു 2000-2500 രൂപ പാർട്ടിക്കാവും. അത്യാവശ്യം ചെറിയ രീതിയിൽ ചെയ്യണമെങ്കിൽ 1000-1500 രൂപ വരത്തുള്ളൂ വെളി ചെയ്യുവാണെങ്കിൽ. പിന്നെ കമ്പനി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ബേസ് മോഡലാണ് വണ്ടി വരുമ്പോ. AC പവർ സ്റ്റിയറിംഗ് ആണ്. ഇതിന്റെ AC നിലവിലെ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. മഞ്ഞേട്ടയല്ല, AC മഞ്ഞേട്ടയല്ല, മഞ്ഞേട്ടയാണ്. അതിന്റെ ഗ്ലോബറിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. കാറ്റ് വെളിയിലോട്ട് വരുന്നില്ല. അത് ക്ലിയർ ചെയ്ത് നമ്മൾ മഞ്ഞ് കട്ടയാക്കി പഹയന്മാരെ നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ക്ലിയർ ചെയ്ത് തരും. 5 കൊല്ലത്തെ പേപ്പർ ഉണ്ട്. വാഹനം സെക്കൻഡ് ഓണർ ആണ്. 86,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഞാൻ 86 എന്ന് പറഞ്ഞാൽ ചിലപ്പോ 87 ആയിരിക്കും. നമ്മൾ ആ ഒരു റേഞ്ച് നമ്മൾ പറയുന്നതാ. 86 എന്ന് പറഞ്ഞാൽ 87 ആകുമോ? അല്ല, 86-87 റേഞ്ചിൽ ഓടുന്നത്. അതിപ്പോ വീഡിയോ എടുക്കുമ്പോ അകത്ത് ഇന്ത്യയിൽ എടുക്കുമ്പോ അറിയാം, കിലോമീറ്റർ കറക്റ്റ് ആയിട്ട് അറിയാം. വലിയ മെയിൻ്റെനൻസ് കുറവുള്ള വണ്ടിയാണ്. ഈ മാരുതിക്കാരൊക്കെ എടുക്കുവാണെങ്കിൽ ഇപ്പൊ വോൾട്ടോ ഒക്കെ 2009 വോൾട്ടോ ഒക്കെ കൊടുക്കണം. 110-120 ഒക്കെ കൊടുക്കണം. ഒരു നല്ല വണ്ടിയുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. നമ്മളൊക്കെ 2010 വണ്ടി 30 രൂപയൊക്കെ കൊടുത്ത കാലമുണ്ട്. അത് ചെറിയ അതിന്റേതായ അപാകതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികളോ ഏതാ കസ്റ്റമറെ നമ്മൾ പിക്ക് ചെയ്യുന്നതൊക്കെ അതുപോലത്തെ വണ്ടികളോ. ഇത് ആകുമ്പോൾ ഒരു ഓൾട്ടോ മാരുതിക്കാർ ഡ്രൈവിംഗ് പഠിക്കണം, അങ്ങനത്തെ പർപ്പസുകാർക്ക് പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇത് വരുമ്പോൾ 2009 പുതിയ പേപ്പർ വണ്ടി. നമ്മൾ ചോദിക്കുന്നത് 75,000 രൂപയാണ് ചോദിക്കുന്നത്. 75,000 രൂപ 75. അതിനകത്ത് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. 75,000 രൂപയാണ് ചോദിക്കുന്നത്. പുതിയ പേപ്പർ അല്ലേ? പുതിയ പേപ്പർ. ശരി, പുതിയ പേപ്പർ. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ? ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. പുതിയ ഇൻഷുറൻസ് ഇടിയൊന്നും. അതാ ഞാൻ പറഞ്ഞ ഗ്ലാസ് നോക്കിയാൽ കമ്പനി ഇത് കണ്ടില്ലേ, ജനറൽ മോട്ടോഴ്സ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്റ്റിക്കർ വരെ ഉണ്ട്. അത് വെച്ചാൽ പറിച്ചിട്ട് കാര്യങ്ങൾ ഒട്ടിച്ചിട്ടുണ്ടെന്നല്ല, കമ്പനി സാധനം. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിയുടെ ഈ വണ്ടി കാണുമ്പോഴത്തെ ഒരു കുട്ടി വാഹനം, അത് ആ ഒരു ഇതാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. പിന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. നല്ല മാരുതി പോലെ ഒന്നുമില്ല, ഭയങ്കര ഇരുമ്പാണ്. ബിൽഡ് ക്വാളിറ്റി അടിപൊളിയല്ലേ? അപ്പൊ അതാണ് ഈ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആ ഒരു സമയത്ത് ഇറങ്ങിയിരിക്കുന്ന സെഗ്മെന്റുകൾക്കെല്ലാം അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി കൊടുത്തിരുന്നു. ഇപ്പൊ വരുന്ന വാഹനങ്ങൾ കൂടുതലും ഫൈബർ ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് കണ്ടൻസുകളൊക്കെ. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സ് കുറവാ. അവരെന്തായാലും നല്ല മികച്ച സാധനം വെച്ച് ഉൽപാദന ശേഷിയും എന്താ പറയാ ഉൽപാദിപ്പിക്കുന്നു. അത് കസ്റ്റമറിലേക്ക് ഡയറക്റ്റ് നല്ല സാധനം, ക്വാളിറ്റി ഉള്ള സാധനം വേണമെന്നുണ്ട്. ഇപ്പോഴത്തെ കസ്റ്റമർ നോക്കുമ്പോൾ മൈലേജ് വേണം, പവർ വേണം, പ്രൈസ് കുറയണം. അതിനനുസരിച്ച് എനിക്ക് തോന്നുന്നത് ആ ഒരു സമയത്ത് വാഹനം എടുക്കുന്ന ആൾക്കാർ അത്യാവശ്യം ഉള്ള ആൾക്കാരാണ്. അവർക്ക് അത്യാവശ്യം നല്ല വാഹനം തന്നെ വേണമായിരുന്നു. അതാണ് ഒരു സമയത്ത് പ്രീമിയം വാഹനങ്ങൾ തന്നെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. നമുക്കറിയാതെ തോന്നുന്നു. എന്തായാലും ഇതിന് ഇപ്പൊ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 75 ആണല്ലേ? 75,000 രൂപയാണ് ചോദിക്കുന്നത്. പെട്രോൾ വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? 70 ഓടിയിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും അത് ഞാൻ ഇതിനകത്ത് കാണിക്കാവുന്നതാണ്. അപ്പം ടയർ നോക്കുകയാണെങ്കിൽ ഒരു 40% ടയർ മാത്രമേ ഉള്ളൂ. 40-50% മാക്സിമം ടയർ ഉണ്ട്. ബാക്കി ലൈറ്റ് കാര്യങ്ങളെല്ലാം, ലാംപ്സ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ടെസ്റ്റിംഗിലെല്ലാം വെഹിക്കിൾ ഓടിച്ച് നോക്കി ക്ലിയർ സർട്ടിഫിക്കറ്റ് 5 കൊല്ലത്തേക്ക് സർട്ടിഫിക്കറ്റ് ഓക്കെ ആയിട്ടുള്ള വണ്ടിയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സെറ്റ് കാര്യങ്ങൾ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷെവർലെറ്റ് എന്നുള്ള പ്രശ്നമുള്ളൂ. 75 രൂപ വേറെ വണ്ടികൾ നമ്മുടെ കിടപ്പുണ്ട്. അപ്പൊ എന്തായാലും മൈലേജ് എത്രയായിരുന്നു? മൈലേജ് ഒരു 15-16 ആ റേഞ്ചിലൊക്കെ. 15-16 ആ ഒരു റേഞ്ചിലേ ഉള്ളൂ അല്ലേ? അപ്പൊ എന്തായാലും 15-16 മൈലേജ് കിട്ടുന്ന 18 കിട്ടുന്നവരുണ്ട്. കിട്ടിയ ഭാഗ്യം. അത് അവരെത്ര ഓടിക്കുന്ന രീതി പോലും ഇരിക്കും. എന്തായാലും എന്തായാലും എത്ര ഓടിക്കാൻ അറിയുന്നില്ലാത്ത ആൾക്കാരാണെങ്കിൽ 15 കിട്ടും. 15-16 കിട്ടും. 75,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം 2009 വണ്ടി കേട്ടോ. 10 ചെറിയ 1 മാസം 2 മാസം വ്യത്യാസമുള്ളൂ 10 വണ്ടി ആയിട്ട്. ഇപ്പൊ പക്ഷെ പുതിയ പേപ്പർ അല്ലേ? പുതിയ പേപ്പർ, സെക്കൻഡ് ഓണർ ആണ്. മാരുതിക്കാരന്റെ പൈസ വരുന്നുള്ളൂ. അതെ, നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോവാം. 75 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അടുത്ത വാഹനത്തിലേക്ക്, അടുത്ത നല്ല കുട്ടി വാഹനത്തിലേക്ക് വന്നിരിക്കുകയാണ് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വാഹനം ഞാൻ ഉപയോഗിക്കുന്ന കൊണ്ട് എനിക്ക് വാഹനം ഭയങ്കര ഇഷ്ടമാണ്.
മറ്റുള്ള വാഹനം ഓടിക്കുമ്പോഴത്തേക്കും അതും ഇഷ്ടക്കുറവൊന്നുമില്ല. ജോബി ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ആ റേഞ്ചിൽ വരുമ്പോൾ ഇത്ര സൗകര്യമുള്ള വണ്ടി വേറെ ഇല്ല. അത് തന്നെയാണ്. അതായത് നമുക്കൊരു ഓൾട്ടോ എടുക്കുന്നതിലും എന്തുകൊണ്ടും അടിപൊളിയാണ് ഈ ഒരു വാഹനം എന്നുള്ളതാണ്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് വെച്ചിട്ടാണ്. ഓൾട്ടോ ഉപയോഗിക്കുന്ന ആൾക്കാരെ മോശപ്പെടുത്തുന്നല്ല കേട്ടോ. ഓൾട്ടോ ഉപയോഗിക്കുന്നവർക്ക് ഓൾട്ടോ അടിപൊളി വണ്ടിയാണ്. കുറച്ചുകൂടി ലക്ഷറി ആവും ഈ ഒരു വണ്ടി. അതുപോലുള്ള എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ നമുക്കൊരു പുതുമയുള്ള ഒരു വണ്ടി. അതെ, സ്പേസും കാര്യങ്ങളും മീറ്റർ ഒക്കെ ആണെങ്കിൽ സ്പോർട്സ് ടൈപ്പ് മീറ്റർ. ഇത് നമ്മുടെ റെനോൾട്ടിന്റെ തന്നെ വലിയ വാഹനങ്ങളുടെ ഇന്റീരിയർ സെറ്റപ്പാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റിയറിംഗിന്റെ അവിടുത്തെയും ആ ഫ്രണ്ടിലത്തെ ബോർഡും തുച്ഛം ഗുണം മെച്ചം. റെനോൾട്ട് നിസാനൊക്കെ എഞ്ചിൻ പല വണ്ടികൾക്കും ഉണ്ടായി കൊടുക്കുന്നത്. അവർ അപ്പൊ ഇതിന്റെ ഒരു കമ്പനിക്കാരോട് പറയാനായിട്ടുള്ള ഇതിന്റെ ഒരു മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വാഹനം ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അറിയാതെ നമ്മൾ ഇതിന്റെ ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചെന്ന് വെച്ചു, അപ്പൊ ലൈറ്റ് കത്തി തന്നെ കിടക്കും. ചാവി ഊരിട്ട് നമ്മൾ പോയി കഴിഞ്ഞാലും ലൈറ്റ് ഓൺ ആയി തന്നെ കിടക്കും. ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്യണം. ഇത് മാത്രമേ എനിക്ക് മറ്റേ മാരുതിയുടെ വാഹനങ്ങളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓഫ് ആകത്തില്ല. ഫുള്ളി സിസ്റ്റം ഓഫ് ആകത്തില്ല. ഈ നമ്മൾ ഓഫ് ആക്കിയാൽ മാത്രമേ ഓഫ് ആകത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഇനി എന്തായാലും നമുക്ക് ഈ വാഹനത്തിലേക്ക് വരാം. റെനോൾട്ടിന്റെ കിഡാണ്. ഇത് ഏത് വാഹനം? 2016 കിഡ് RST. നമ്മൾ മുമ്പേ കണ്ട വണ്ടിയും 2016 തന്നെയായിരുന്നു കിഡ്. അത് വരുമ്പോ RXL ആണ് വരുന്നത്. RST ഓപ്ഷനിലാണ്. ഓപ്ഷൻ എന്ന് പറയുമ്പോൾ AC പവർ. ജോബിയുടെ വണ്ടിയുടെ സെയിം ഓപ്ഷൻ. ഇത് 800cc ആണ്, 1 ലിറ്റർ അല്ല. ഇത് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്. എയർ ബാഗ് എത്ര എണ്ണം വരുന്നത്? എയർ ബാഗ് ഒരെണ്ണം. മറ്റേ വണ്ടിക്ക് ഇത് മാത്രം ഇല്ലെന്നേ ഉള്ളൂ, പവർ വിൻഡോ ഇല്ലെന്നേ ഉള്ളൂ. ഇത് എയർ ബാഗ് വരുന്നുണ്ട്, പവർ വിൻഡോ വരുന്നുണ്ട്, 2 താക്കോല് വരുന്നുണ്ട്, സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം. മറ്റെല്ലാ വണ്ടിക്കും സർവീസ് ബുക്ക് കാര്യങ്ങളുള്ള മിക്ക വണ്ടികൾക്കും മറ്റേ കിഡിനുള്ളതാണ്. ടയർ ഭാഗം ഒക്കെ വരുമ്പോൾ തനി പുത്തൻ ടയറാണ് കിടക്കുന്നത്. ഒരു 80 ടയർ കറക്റ്റില്ലേ? അതെ, ടയർ കുഴപ്പമില്ല, നൈസ് ടയറാണ് കിടക്കുന്നത്. പിന്നെ സീറ്റൊക്കെ കമ്പനി സീറ്റും കാര്യങ്ങളാണ്. പിന്നെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ വന്ന് നമ്മളൊരു സംസാരിക്കുമ്പോൾ നമ്മൾ അതിന്റെ വിലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കും. സ്ക്രാച്ച് ബമ്പറിന്റെ ഇവിടെ ഉണ്ട്, 2 സ്ക്രാച്ച് ഉണ്ട്. 2-3 സ്ക്രാച്ചുകളൊക്കെ ഉണ്ട്. ചെറിയ മൈന്യൂട്ടായിട്ട് 2-3 സ്ക്രാച്ചുകളുണ്ട്. അത് നമ്മൾ ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ ചെയ്ത് തരും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്തു തരാം. ഇത് നമുക്ക് അത്യാവശ്യം ഫുൾ ഓൺ കയറുന്ന വണ്ടി തന്നെയാണ്. ഫുൾ ഓൺ കയറുന്ന വണ്ടിയാണ്. ഓരോരുത്തർ പ്രൊഫൈൽ അനുസരിച്ച്. ഇത് CC ഇത് എത്രയായിരുന്നു? 800cc ആണ്. മറ്റേത് നമ്മള് നേരത്തെ പറഞ്ഞത് 800cc തന്നെയാണ്. അത് വരുമ്പോൾ 20-23 മൈലേജ് കിട്ടും 800cc. അതെ. ഇപ്പൊ 1 ലിറ്റർ വണ്ടിക്ക് മൈലേജ് കിട്ടും. 1 ലിറ്റർ വണ്ടി ഓടിക്കുമ്പോൾ ഇച്ചിരി കൂടെ കെയർ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ മൈലേജ് കിട്ടത്തുള്ളൂ. ഇതെന്ന് പറയുമ്പോൾ എങ്ങനെ ഓടിച്ചാലും മൈലേജാണ്. പറഞ്ഞാൽ മനസ്സിലായോ? അതാണ് സംഭവം. അതാണ് സംഭവം. ഓക്കെ, അപ്പം നമ്മള് ഇതിന്റെ ബാക്കിയുള്ള പേപ്പർ ഡീറ്റെയിലേക്ക് വരുവാണെങ്കിൽ എങ്ങനെയാണ്? പേപ്പർ വരുമ്പോൾ ലൈഫ് ടാക്സ് വണ്ടിയാണ്. ഇപ്പൊ പേപ്പർ ഭാഗം കൂട്ടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 2016 മോഡൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂട്ടേണ്ട 16 + 15 കൂട്ടിയാൽ മതി. 16 + 15 2031-32 ആ റേഞ്ചിലൊക്കെ വരും പേപ്പർ. ശരി. കറക്റ്റ് അല്ലേ? ഓക്കെ. അങ്ങനെയാണ് പേപ്പർ ഭാഗം കൂട്ടുമ്പോൾ വരുന്നത്. പിന്നെ പ്രോഗ്രാം പഠിക്കൽ കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷനാണ്. ഇതിന്റെ വിലഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ 230 ആണ് ചോദിക്കുന്നത്. 230. അത്യാവശ്യം നല്ലൊരു പ്രൊഫൈലുള്ള ടീമാണ്. നമുക്കൊരു 220 റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റും. റേഞ്ച് ചെയ്യാം. ഇത് ഫുൾ ഓൺ കിട്ടുന്നല്ലേ വണ്ടി? ഫുൾ ഓൺ കിട്ടുന്ന അത് ഓരോരുത്തരുടെ പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും. അതുണ്ട് കേട്ടോ. അതൊരു വലിയ അഭിവാജ്യ ഘടകമാണ്. നമ്മളിപ്പം ലോണൊക്കെ ഏതെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അടവ് മുടങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 6 മാസത്തേക്കിന് പിന്നെ വേറെ ലോൺ കിട്ടത്തില്ല. ചെറിയ രീതിയിൽ വിപുലീകരിച്ച് തരാം. അത് സംഭവം എന്ന് പറയുമ്പോൾ ഇപ്പം ജോബ് ഈ വണ്ടി എടുക്കാൻ നിൽക്കുമോ, ഞാൻ ഈ വണ്ടി എടുക്കാൻ നിൽക്കുമോ? ഇപ്പം എന്നെ സംബന്ധിച്ചോളം എന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും മൊബൈലോ കാര്യങ്ങളോ ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. അത് കറക്റ്റ് EMI പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ വണ്ടിക്ക് ലോൺ എടുക്കാൻ വരുമ്പോൾ എനിക്ക് സിവിലെല്ലാം കറക്റ്റാണ്. ലോൺ കാര്യങ്ങളൊക്കെ ചെയ്തത്. ജോബ് ഈ വണ്ടി എടുക്കാനായിട്ട് വരും. ജോബി ഇപ്പം 3-4 ഫോണിൻ്റെ EMI, കാറിൻ്റെ EMI മുടങ്ങി കഴിയുകയാണെങ്കിൽ ജോബിക്ക് ഈ വണ്ടി എടുക്കാം. പക്ഷേ ജോബിക്ക് ചിലപ്പോൾ ഒരു 1.80 ആയിരിക്കും ലോൺ പാസ്സാകുന്നത്. ചിലപ്പോൾ എനിക്ക് 2 പാസ്സാകും. 2 പാസ്. അങ്ങനെയാണ് ലോൺ വേരിയേഷൻ വരുന്നത്. അതിൻ്റെ ഒരു ഇത് കുറയും അല്ലേ? ഓക്കെ, റൈറ്റ്. അപ്പം ഇത് 2016 മോഡലാണ്. RST ആണ്. റെനോൾട്ടിന്റെ കിഡിന്റെ RST എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ എന്തായാലും ഓരോ ഓപ്ഷൻ കൂടുതലുണ്ട്. 4 ഡോർ പവർ വിൻഡോ ആണ് ഇത്. 2 ഡോർ പവർ വിൻഡോ. സെയിം ഓപ്ഷൻ. ബാക്ക് സൈഡ് 2 നോർമലാണ്. അപ്പം 2 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ്, ഒപ്പം തന്നെ എയർ ബാഗ് ഉണ്ട്. സിംഗിൾ എയർ ബാഗ് ഉണ്ടല്ലേ? സിംഗിൾ എയർ ബാഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. മ്യൂസിക് സിസ്റ്റം അത് ഓൾറെഡി എനിക്ക് തോന്നുന്നത് ഈ വേരിയന്റിലെല്ലാം വരുന്നതാണ്. RSTക്കാണ് വരുന്നത്. RXL-ലില്ല. അപ്പം അതുകൊണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതിനിപ്പോൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 230 ആണ് ചോദിക്കുന്നത്. 230 ആണ് ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ചെറിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും.
അതെന്തായാലും ഈ പറഞ്ഞതിൽ നിന്ന് മാറ്റം വരും. നമുക്കൊരു 99-102% ലോൺ ചെയ്ത് തരാമേ. അതാണ് റെനോൾട്ടിന്റെ കിഡ് RST എന്ന് പറയുന്ന മോഡൽ. നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കുറച്ച് വലിയ വണ്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഓഫർ ആണല്ലേ ഈ ഒരു വണ്ടി? ഓഫർ വണ്ടിയാണ്. പക്ഷെ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. പക്ഷെ ഇതിനിങ്ങനെ ഓഫർ കൊടുക്കാനും മാത്രം എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് പേപ്പറുണ്ട്. അതാണ് പ്രശ്നം. ഏറ്റവും വലിയൊരു പ്രശ്നം വയറ് നിറച്ച് പേപ്പർ എന്നാണ്. സാധാരണപ്പെട്ട ആൾക്കാർക്ക് ചപ്രം ഓടിക്കാൻ പറ്റും. അത്യാവശ്യം മൈലേജുള്ള വണ്ടിയാ. ഇത് വരുമ്പോ 2002 ബൊലേറോ പീജിയോട്ട് എഞ്ചിനാണ് വരുന്നത്. GLS എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് പറഞ്ഞത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, AC ഒക്കെ മഞ്ഞ് കട്ട, 4 പുത്തൻ ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. 4 പുത്തൻ നോക്കിയോ, ഞാൻ നോക്കിയായിരുന്നു. പുത്തൻ ടയറ് കാര്യങ്ങളുള്ള കമ്പനി പെയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. തനി പാർട്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന വണ്ടി. 3rd ഓണറാണ്. പേപ്പർ വരുമ്പോൾ വയർ നിറച്ച് പേപ്പറുണ്ട്. 29 വരെ പേപ്പറുണ്ട്. 2029 വരെ. സ്ക്രാപ്പ് ജീപ്പിന് കൊടുക്കണം 1.20, 1.10 കൊടുക്കണം. അത് എന്തായാലും കിട്ടും. സ്ക്രാപ്പ് ജീപ്പിന്. ഇത് ജീപ്പല്ല, AC പവർ സ്റ്റിയറിംഗ്, ഡോറും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ബൊലേറോ ആണ്. നമ്മുടെ അത്രയും പറഞ്ഞാൽ മതി. ചപ്രം മൈലേജ് ഉണ്ട്. 17-18 മൈലേജ് മേളിലുണ്ട്. എങ്ങനെ പീജിയോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മെയിൻ്റെനൻസ് ഇല്ല. ഇന്ത്യക്ക് പോലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒമിനി അതുപോലെ യൂസുള്ള സെയിൽസിന് കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പക്ക ബെനിഫിറ്റ് ആ വണ്ടി. ആ സീറ്റ് അങ്ങോട്ട് അയച്ചു മാറ്റി എന്ത് സാധനം വേണേലും കേറിക്കോളും. നല്ല പവറല്ലേ ഈ വണ്ടി? അങ്ങനല്ല, പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് TA എഞ്ചിനാ വരുന്നത്. ടർബോ വണ്ടി. ഇത് വരുമ്പോ പീജിയോട്ട് എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം പവറേ കാണത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇത് മൈലേജ് പർപ്പസിനാ വരുന്നത്. എന്നുവെച്ചാൽ സാധാരണക്കാരൻ ആൾക്കാർക്ക് പറയുന്നത് ഇപ്പൊ ഇന്ത്യക്ക് നമുക്ക് കോട്ടറായിട്ട് ഉണ്ട്, TDA ഉണ്ട്. അതുപോലെ ഇത് TDA എന്ന് വേണേ പറയാം. കോട്ടറേറ്റ് എന്ന് പറയുന്നത് ടർബോ ഉള്ള 2012 ഒക്കെ വരുന്ന ബൊലേറോ. ഇത് വരുന്ന പീജിയോട്ട് ഉണ്ട്. മൈലേജിന് വേണ്ടി മാത്രം ഇറക്കിയേക്കുന്ന വണ്ടിയാണ്. ഈ ജീപ്പ് എന്നുള്ള കൺസെപ്റ്റ് മാറ്റിയിട്ട് അവർ ജീപ്പിനെ ഇച്ചിരി കൂടെ മോഡിഫൈ ചെയ്ത് 4 ഡോറും AC പവർ സ്റ്റിയറിംഗും ഒക്കെ കയറ്റി നല്ല രസം. ഒരു ആന പോർത്തിരുന്ന് പോകുന്നത് ഇങ്ങനെ കുരുങ്ങി പോവാം. സംഭവം അടിപൊളിയാണ്. ബൊലേറോ എന്ന് പറയുമ്പോഴത്തേക്കിന് സാധാരണപ്പെട്ട ആൾക്കാർക്ക് മേടിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യമാണ് പലരും മടിച്ചു നിൽക്കുന്നത്. എല്ലാവർക്കും മേടിക്കും. ഇപ്പൊ ഒമിനിയുടെ വിലയൊക്കെ വരുന്നുള്ളൂ. ഇതിന് നമ്മൾ ചോദിക്കുന്ന വില വെറും 1,40,000 രൂപ നമ്മൾ ചോദിക്കുന്നുള്ളൂ. 1,40,000 രൂപ ചോദിക്കുന്നത്. ചെറിയ മാറ്റം വരുത്തി തരും. ചെറിയ ഗ്യാപ്പിലാണ് നമ്മൾ കൊടുക്കുന്ന വണ്ടി. അത്യാവശ്യം നല്ല മെക്കാനിക്കൽ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. എഞ്ചിനൊക്കെ നല്ല എഞ്ചിൻ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പമ്പൊക്കെ പണിഞ്ഞാണ്. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് പോലും മാറിയിട്ടില്ല. ഒന്നും മാറിയിട്ടില്ല. കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഏതാ അത് ബോണറ്റ് പൊക്കി അടയ്ക്കാത്തതിന്റെ. ഇതിനിടയ്ക്ക് ഒരു ബീഡിങ് വരും. ആ ബീഡിങ് ഇല്ല. അത് പൊക്കി അടച്ചാൽ മതി. വേറെ വിഷയങ്ങളൊന്നും ഇല്ല. കമ്പനി സീറ്റ് കാര്യങ്ങൾ 168 ചില്ലറ ഓടിയിട്ടുണ്ട്. എഞ്ചിനൊക്കെ 100 കുഴപ്പങ്ങളൊന്നുമില്ല. എഞ്ചിൻ കാര്യങ്ങളുള്ള ഒരു വണ്ടിയാണ്. വേറെ വിഷയങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. 17-18 മേലെ മൈലേജ് നിങ്ങൾക്ക് കിട്ടും. ചെറിയ വിലയെ വരുന്നുള്ളൂ. ഒറ്റയടിക്ക് സ്റ്റാർട്ട്. പുതിയ ബാറ്ററി വിത്ത് ഗ്യാരണ്ടി എല്ലാം ഓക്കെ. പുതിയതായിട്ട് മേടിച്ച ബാറ്ററി ബാക്കപ്പ് ആണ്. നമ്മൾ മേടിച്ച ബാറ്ററിയാണ്. രണ്ടാമത് മേടിച്ച ബാറ്ററിയാണ്. ബാറ്ററി വീക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പാർട്ടിക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി വീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. ഇല്ല, ബാറ്ററി മാത്രമേ വീക്കുള്ളൂ. എല്ലാം ഓക്കെയാണ്. മെക്കാനിക്കൽ അല്ല, പാച്ചറക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യക്കാരൻ വേഗം ബന്ധപ്പെട്ടു. 1,40,000 രൂപയാണ് ചോദിക്കുന്നത്. ആവശ്യക്കാരൻ ബന്ധപ്പെട്ടു. സോ അപ്പൊ നമ്മൾ വീണ്ടും അടുത്ത വാഹനത്തിലേക്ക്. അടുത്ത ഒരു ഒമിനി, മാരുതിയുടെ ഒമിനിയാണ് അടുത്ത വാഹനം. ഇത് വരുമ്പോ 2007 ഒമിനിയാണ്. 2000 സംഭവം ഏതാ? അത് കൂളറാ. കാറ്റ് വരുന്ന ടൈപ്പ് സാധനം. സ്വിച്ച് ഇടുമ്പോ കാറ്റ്. അതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് പാർട്ടി കയറ്റിയേക്കുന്നതാണ്. പിന്നെ 2007 വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇല്ല, വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല. പക്ക റണ്ണിങ് കണ്ടീഷൻ. സാധാരണക്കാർക്ക് ഈ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റിയ വണ്ടിയാണ്. 27 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. പുതിയ ഇൻഷുറൻസ് ആണ്. നമ്മൾ ചോദിക്കുന്നത് 70 രൂപ ചോദിക്കുന്നത്. 70 രൂപ ചോദിക്കുന്നത്. ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. കാര്യങ്ങളൊക്കെ അടിക്കേണ്ട പരിപാടിയില് വേറെ അകത്ത് തുരുമ്പൊക്കെ ഉണ്ടോ? തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയൊരു ടച്ചാമ്പൊളി ഷാപ്പ് ചെയ്യാനായിട്ട് നിർത്തിയേക്കുവാണ്. അതിന്റെ ഒന്ന് ക്ലീൻ ചെയ്ത്. ഇതിന് എത്ര ചോദിക്കുന്നത്? 70 രൂപ ചോദിക്കുന്നത്. 70 രൂപ ചോദിക്കുന്നു. നമ്മളെന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. 70,000 രൂപ ഒമിനി അല്ലേ? 2007 വണ്ടി. 27 വരെ പേപ്പർ ഉണ്ട്. 2007 വണ്ടിയാണ്. 27 വരെ പേപ്പർ കൊള്ളാവുന്ന ഒരു സിൽക്കി സിൽവർ കളറും കാര്യങ്ങളൊക്കെ ഉള്ള കളറൊക്കെ ഇഷ്ടപ്പെട്ടു. കളർ നല്ല കളറാണ്. ഓടിക്കുമ്പോഴത്തേക്കിന് KL1 രജിസ്ട്രേഷൻ. അതെ, വണ്ടി ഇവിടെ വന്ന് നിങ്ങൾ നോക്കിയതിനു ശേഷം ഒരാൾ ഓടിച്ചു നോക്കിയിട്ട്
എടുക്കുക. കറക്റ്റ് വില പറയുക, എന്നിട്ട് എടുക്കുക. ടയറൊക്കെ എത്ര ഉണ്ട്? ടയറൊക്കെ ഒരു 50-60% ഉണ്ട്. 50% ടയറുണ്ട്. വേറെ ഇൻഷുറൻസ് എല്ലാം പുതിയ പേര് മാറി നമ്മൾ വരും. ശരി. അപ്പം 2000 പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എത്ര രൂപ ചോദിക്കുന്നത്? 70,000 രൂപ. 70,000 രൂപ. 70,000 രൂപ ചോദിക്കുന്നത്. വേണ്ടിയൊരു നേരെ ഇങ്ങോട്ട് പോലെ അടുത്ത വണ്ടിയിലേക്ക്. അപ്പൊ നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാർ വണ്ടിയിലേക്ക് വേണ്ടിയിരിക്കുകയാണ്. അടിപൊളി ഒരു പേരല്ല, അടിപൊളി ഒരു എന്താ പറയുന്നേ, ചെറിയ റെഡ് കളർ വണ്ടി. ചെറിയ വൈൻ റെഡ് എന്നൊക്കെ പറയാം. വൈൻ റെഡ് കളർ വണ്ടിയാണ്. അപ്പം ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിലേക്ക് ഇത് വരുമ്പോ 2005 മോഡല് LX ആണ്. മുമ്പേ LX ആണ്. 2005 മോഡൽ LX വണ്ടി, ഓൾട്ടോ ആണ്. ഇതിപ്പോ ടെസ്റ്റിങ്ങിനാണ്, ടെസ്റ്റ് ആണ്, നാളെ ടെസ്റ്റ് ആണ്. പുതിയ പേപ്പർ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അല്ല, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പുതിയ പേപ്പർ, പുതിയ പേപ്പർ വണ്ടി പുതിയ പേപ്പറിലായിരിക്കും വരുന്നത്. 5 കൊല്ലത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 25,000-30,000 രൂപയുടെ അലോയ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പുത്തൻ ടയർ കാര്യങ്ങളൊക്കെയാണ്. പ്ലേറ്റഡ് അലോയ് കാര്യങ്ങളുണ്ട്. AC ഒക്കെ വർക്കിംഗ് ആണ്. ഹൈ കൂളിംഗും കാര്യങ്ങൾ. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്താ, ഓൾട്ടോ എടുക്കാനായിട്ട് ഈ സെന്നിന് തപ്പി നടക്കുന്ന ഒരു ഓൾട്ടോ എടുക്കുവാണെങ്കിൽ എന്റെ ഒരു 18-17 മൈലേജ് കിട്ടും. നല്ല റീസെയിൽ വാല്യൂ ഉള്ള വണ്ടിയാണ്. വേറെ വിഷയങ്ങളൊന്നുമില്ല. പേപ്പർ പുതിയ പേപ്പർ, ഇൻഷുറൻസ് എല്ലാം പുതിയ പേപ്പർ. ഇടി കാര്യങ്ങളൊന്നുമില്ല. പെയിന്റ് എല്ലാം പുതിയ പെയിന്റ് അടക്കുന്നത്. ഫുള്ള് പുതിയ പെയിന്റ് അല്ല, ഫുള്ള് പുതിയ പെയിന്റ് അടക്കുന്നത്. ഫുള്ള് പുതിയ പെയിന്റ്, ടച്ചൊന്നും ചെയ്തിട്ടില്ല. എഞ്ചിനെല്ലാം പക്ക കണ്ടീഷൻ, പക്ക. നമ്മൾ 90 രൂപയാണ് ചോദിക്കുന്നത്. വില അല്പം കൂടുതലാണെന്ന് നിങ്ങൾക്കും തോന്നും, എനിക്കും തോന്നും, ജോബിക്കും തോന്നും. പക്ഷെ അലോയ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 25,000 രൂപ പേപ്പറിനാവും, 25,000 രൂപയുടെ അലോയ് വീലുണ്ട്. പെയിന്റിങ് മാത്രം 18 രൂപയുടെ പെയിന്റിങ് ആണ് ചെയ്തേക്കുന്നത്. ഹൈ ക്വാളിറ്റി. നിങ്ങൾ വാ, നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി തരാം. 90 രൂപ ചോദിക്കുന്നത്, മാറ്റം വരുത്തി തരാം. ഓഫറുള്ള ഒത്തിരി വണ്ടികളുണ്ട്. ഈ ഓൾട്ടോ എന്ന് പറഞ്ഞ വണ്ടി കിട്ടാനില്ല നമുക്ക്. ഓൾട്ടോ ഉണ്ടോ നാസിക്കാന്ന് ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ വരുന്നതുകൊണ്ട് നമ്മൾ കുറെ വണ്ടി കണ്ടിട്ട് പിടിച്ചിട്ടേക്കുന്ന വണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി മനസ്സിലാവുമല്ലോ. 2 ഓൾട്ടോയാണ് ഉള്ളത്. 87-90 87 രൂപ ഒരു ഓൾട്ടോ പറഞ്ഞത്. ബ്ലാക്ക് ആണ്, അലോയ് ഉണ്ട്. അത് LX, അത് എക്സ്ചേഞ്ച് വണ്ടിയാണ്. ഇത് എക്സ്ചേഞ്ച് വണ്ടിയാ വന്നേക്കുന്നത്. ആണോ? ചെറിയ ചില്ലറ പണികളൊക്കെ പണിഞ്ഞിട്ടുണ്ട്. അലോയ് ഇല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരാളെ കൊണ്ടുവന്നിട്ട് ഓടിച്ചു നോക്കിയിട്ട് അതാണ് നമുക്ക് ഒപ്പം തൃപ്തിയാണ്. അങ്ങനെ എടുക്കാം. അപ്പൊ നമ്മള് വീണ്ടും അടുത്തൊരു വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മാരുതിയുടെ സെലേറിയാണ്. വണ്ടിയാണല്ലോ കണ്ടിട്ട്. ഇന്ത്യൻ ഇതൊക്കെ അടിപൊളി മെയിൻറ്റൈൻസ് ആയിട്ട് നമുക്ക് സമയപരിമിതികളും ഉണ്ട്. നമുക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ജോബി. ഇത് വരുമ്പോ 2016 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. പാട്ട് നമ്മൾ ഏൽപ്പിച്ചേക്കുന്ന വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ടച്ച് സ്ക്രീന്, റിവേഴ്സ് ക്യാമറ, 4 പുത്തൻ ടയർ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 3 താക്കോല്, സർവീസ് ബുക്കും എല്ലാം ഉണ്ട്. 3 താക്കോലും സർവീസ് ബുക്കും 2014 മോഡൽ. 2014 86,000 വരെ കമ്പനി സാർ ഇപ്പോഴും ലാസ്റ്റ് സർവീസ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. പേൾ വൈറ്റ് ആണ് കളർ. വേറെ വിഷയങ്ങളൊന്നുമില്ല. നമുക്കൊരു 3 ലക്ഷം ഒന്നുമില്ല. ഇടി കാര്യങ്ങളൊന്നുമില്ല. ഫാൻസി നമ്പർ കൊത്തിയേക്കുന്ന പാർട്ടി വിൽക്കാൻ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പൊ നമ്പർ ഏതാ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്പർ ഇടാൻ. വണ്ടി ഇവിടെ ഉണ്ടാവും. നിങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. വിളിച്ചിട്ടേ വരാവുള്ളൂ. ഇത് നമുക്കൊരു 3 ലക്ഷം രൂപ വരെ ഫിനാൻസ് ചെയ്ത് തരാവുന്ന വണ്ടിയാണ്. അങ്ങോട്ട് ക്യാഷ് ബാക്ക് കിട്ടും. 3 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അല്ല, 3 ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും. നമ്മൾ ഇതിന് ചോദിക്കുന്നത് 2,70,000. 2,70,000 രൂപ. അങ്ങോട്ട് ക്യാഷ് ബാക്കാ. ക്യാഷ് ബാക്ക് 30 രൂപ ക്യാഷ് ബാക്ക്. അങ്ങോട്ട് കിട്ടുന്ന വണ്ടിയാ. അപ്പോ ക്യാഷ് ബാക്ക് വെച്ചിട്ടുള്ള ഒരു വണ്ടി. സെലേറിയ നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു വണ്ടി. സെലേറിയെ പറ്റി പറയേണ്ട ആവശ്യത്തിൽ പോലും നമ്മൾ പറയേണ്ട ആവശ്യം. സെലേറിയെ പറ്റി എല്ലാവർക്കും അറിയാം. മാരുതിയുടെ ടോപ്പ് ക്ലാസ് വണ്ടികളിൽ ഒന്നാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഫീച്ചേഴ്സ് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ, പിന്നെ മ്യൂസിക് സിസ്റ്റം ഉണ്ട്. പിന്നെ ഡയമണ്ട് കട്ട് സീറ്റിംഗ് കാര്യങ്ങളാണ്. അത് കൂടിയ സീറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തേക്കുന്നത്. 2,70,000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പൊ വല്ല പഹയന്മാര് നിങ്ങളിങ്ങ് പോകുന്നോളി. അത്രേ ഉള്ളൂ. ഈ വട്ടം നമുക്ക് ആടുണ്ട്, പോത്തുണ്ട്, കോഴിയുണ്ട്, ഒരു സ്കൂട്ടർ നമുക്ക് വിൽക്കാനുണ്ട്. സെലേറിയ ഉണ്ട്. അപ്പൊ നേരെ ഇങ്ങോട്ടേക്ക് പോരെ വിളിച്ചിട്ട് വരിക. 2,70,000 രൂപ. അടുത്തൊരു ഓൾട്ടോയാ. ഈ സെഗ്മെന്റിലെ ലാസ്റ്റത്തെ വണ്ടി. ഈ സെഗ്മെന്റിലെ ലാസ്റ്റത്തെ വണ്ടിയാണ്. ഓൾട്ടോയാണ്. ഒരു കിടിലം വണ്ടിയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് വരുമ്പോ കണ്ടിട്ടുള്ള കിടിലം വണ്ടി എന്നാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ളതൊക്കെ പറയാം. ഇത് വരുമ്പോ 2013 ഓൾട്ടോ 800. 2013 സെക്കൻഡ് ഓണർ വണ്ടിയാണ്. അത്യാവശ്യം വെൽ മെയിൻറ്റൈൻ വണ്ടിയാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ് ഉള്ള, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിന്റെ LX എന്ന് പറഞ്ഞ വേരിയന്റ് വണ്ടിയാണ്. ഓക്കെ. ഒരു കോഫി ബ്രൗൺ കളറാണ്. ചാര് മുയലിന്റെ ഒക്കെ കളർ വണ്ടിയാണ്.
ചാരമുയൽ. പിന്നെ ടയർ ഭാഗം ഒക്കെ പുത്തൻ ടയറും കാര്യങ്ങളൊക്കെയാ കിടക്കുന്നത്. സ്റ്റോക്ക് കമ്പനി ആകോ എല്ലാം സ്റ്റോക്ക് എങ്ങനെയാണ് ഓൾട്ടോ വരുന്നത് അത് കണ്ടീഷൻ ഇരിക്കുന്നത്. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷുർ പുതിയതാണ്. കാര്യങ്ങളെല്ലാം ഉണ്ട്. പേപ്പർ എല്ലാം പായന്മാരെ വയർ നിറച്ച് പേപ്പർ എല്ലാം ഓക്കെയാണ്. തട്ടമുട്ട കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നമ്മള് ചോദിക്കുന്നത് 1,80,000 രൂപയാണ് ചോദിക്കുന്നത്. ഇത് 90 ചില്ലറ ഓടിയിട്ടുണ്ട്. 92,000 അങ്ങാണ്ട് ഓടിയിട്ടുണ്ട് വണ്ടി. 92 ചില്ലറ ഓടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 1.5 രൂപ അടുത്ത് നമുക്ക് ഫിനാൻസും ചെയ്തു തരാം. ഇത് എത്ര രൂപയാണ് ചോദിക്കുന്നത്? 1.80. 50 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. 1.80 ചോദിക്കുന്നു. 1.5 രൂപ നമുക്ക് ഫിനാൻസ് കിട്ടും. 50 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പോകാം. ഇത് നല്ല നീറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ. മാരുതിയുടെ വണ്ടി എന്ന് പറയുമ്പോ ഇച്ചിരി റീസെയിൽ വാല്യൂ ഉണ്ട്. മനസ്സിലായി. ഇപ്പൊ നമ്മുടെ റൈനോട്ട് എന്ന് പറയുമ്പോ പൊടിക്ക് റീസെയിൽ വാല്യൂ കുറവുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് വരുന്ന വണ്ടികളാണ് മറ്റേ ഇടപിടിക്കുന്നത്. 10-30 കൂടുതൽ വരുമ്പോ നമുക്ക് AC, പവർ സ്റ്റിയറിംഗ്, ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ കിട്ടും. ഓൾട്ടോ നമ്മള് അവഗണിക്കുക കാര്യങ്ങളല്ല, ഓരോരുത്തരുടെ പർപ്പസ് അനുസരിച്ചാണ്. ഓൾട്ടോ ചെറിയ വാഹനമല്ല. ഒരു സമയത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനമാണ്. നല്ല വാഹനമാണ്. ഒരു ഒരുങ്ങിയ ഫാമിലിക്ക് നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്ന വണ്ടിയാണ്. ഇപ്പൊ ഈ വണ്ടി കണ്ടിട്ട് അത്യാവശ്യം നല്ല മെയിൻ്റെനൻസ് ഉണ്ട്. ഇപ്പൊ കിടക്കുന്ന വണ്ടികളിലെല്ലാം നല്ല വണ്ടിയായിട്ട് ഇത് കുറച്ചുകൂടെ ഫ്രണ്ട് വശമൊക്കെ നല്ല ഫ്രീസ് ആയിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. മഴയൊക്കെ അല്ലേ, വാഷ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ അങ്ങനെയാണ് കിടക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ആ രീതിയിലൊക്കെ ആയിരിക്കും. ഇനി എന്തായാലും 1.80 ചെറിയ മാറ്റം നമുക്ക് വരുത്തി തരാം. നമുക്കൊരു 1.5 രൂപ അടുത്ത് ലോണും കിട്ടും. നല്ല പ്രൊഫൈൽ ഉള്ളതാണെ കിട്ടും. 2013 മോഡലാണ്. അപ്പം ഇത് ഏതാണ്? ഓൾട്ടോ LXi. ഓൾട്ടോ LXi ആണ്. എന്തായാലും ഇത് ആവശ്യമുള്ള ആൾക്കാർ നേരെ ഇങ്ങോട്ട് വരാം. നമ്മുടെ ലാസ്റ്റത്തെ ഈ സെഗ്മെന്റിലെ ലാസ്റ്റത്തെ വീഡിയോയുടെ ലാസ്റ്റത്തെ അല്ല, 1-2 ക്ലിപ്സ് ഇതിന്റെ പുറകെ വരുന്നുണ്ട്. അത് നിങ്ങൾ സഹകരിക്കുക. വേറെ ഒന്നും പറയുന്നില്ല. ലാസ്റ്റത്തെ വാഹനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മൾ മൃഗങ്ങളിലേക്കും 2 വീലറിലേക്കുമാണ് നീങ്ങുന്നത്. കാറിൽ നിന്ന് വിട്ടിട്ട് നേരെ നമ്മൾ ബൈക്കിലേക്ക് വന്നിരിക്കുകയാണ്. ബുള്ളറ്റ് ഉണ്ട്, സ്കൂട്ടർ ഉണ്ട്, ഒരു ബൈക്കും ഉണ്ട്. അപ്പം എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൈസ്? ഇതൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മള് ഇത് വരുമ്പോ ജോബി 2012 ബുള്ളറ്റ് ആണ്. 2012 ബുള്ളറ്റ് 2012 ബുള്ളറ്റ് എന്ന് പറയുമ്പോ ക്രാങ്ക് വെയിറ്റ് കയറ്റിയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, പതുക്കെ പോവാം നമുക്ക്. ഇടായിരുന്നു, എഞ്ചിൻ അടിക്കത്തില്ല, നല്ല മൈലേജ്, ഭയങ്കര സ്മൂത്താ വണ്ടി. കമ്പനി സൈലൻസർ എല്ലാം മറ്റേ രീതിയിൽ പണിഞ്ഞേക്കുക, പഴയ ടൈപ്പിൽ പണിഞ്ഞേക്കുക. 2012 ക്ലാസിക്കാ സാധനം. ഇത് നിങ്ങളുടെ സ്വന്തം വണ്ടിയാണോ? നമ്മുടെ വണ്ടിയാ. അതങ്ങ് കൊടുത്തേക്കാലോ എന്ന് ഓർത്തു. നല്ല അടിപൊളി ഒരു വണ്ടിയാ. എഞ്ചിനൊക്കെ നല്ല സ്മൂത്ത് കാര്യങ്ങളും എല്ലാം ആണ്. ചെറിയ വില വരുന്നുള്ളൂ. നമ്മളിന്ന് ചോദിക്കുന്നത് 76 രൂപയാണ് ചോദിക്കുന്നത്. 76 രൂപ ചോദിക്കുന്നത്. പിന്നെ ഇൻഷുറൻസ് പുതിയതാണ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ബുള്ളറ്റ് വേണ്ടിയവർക്ക്, അതായത് 2012 മോഡല് 12 ക്രാങ്ക് വെയിറ്റ് കയറ്റിയാണ്. വണ്ടി നല്ല വെയിറ്റാ. വണ്ടി ഓടിക്കുമ്പോ അറിയാം. സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല, സാധാ സ്റ്റോക്ക് സൈലൻസറും കാര്യങ്ങളും ഒക്കെയാണ്. പഴയ ക്ലാസിക്കിന്റെ ലുക്കിലാക്കിയേക്കുന്നത്. പിന്നെ ക്രാങ്ക് വെയിറ്റും കയറ്റിയിട്ടുണ്ട്. 76,000 രൂപയാണ്. 76. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി തരാം കേട്ടോ. ശരി. ഇതിന്റെ എങ്ങനെയാണ്? ആക്റ്റീവ് ആണല്ലേ? ഇത് വരുമ്പോ 2016 2016 ആക്റ്റീവ്. ഇത് വരുമ്പോ 2016 സെൽഫ് സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു 50-55 രൂപ മാർക്കറ്റ് ഉള്ള വണ്ടി. നമ്മളിതിന് ചോദിക്കുന്നത് 32 രൂപ ചോദിക്കുന്നുള്ളൂ. 32,000 രൂപയാണ് ചോദിക്കുന്നത്. ആക്റ്റീവ് ഹോണ്ടയാണ്. സെൽഫ് സ്റ്റാർട്ടും പുതിയ ബാറ്ററി ഒക്കെ ഉള്ള. 2016 സെക്കൻഡ് ഓണർ. 2016 സെക്കൻഡ് ഓണർ. വെയിറ്റ് കളറും കാര്യം ചെറിയ സ്ക്രാച്ചും ഇതൊക്കെ ഉണ്ട്. വൈറ്റ് ആണല്ലേ? വൈറ്റിന്റെ ഒരു കളിയാണ്. ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ വരുന്ന ലിബറോ നമ്മുടെ ഒരു വീക്ക്നെസ് വണ്ടി. നല്ല മൈലേജ് വണ്ടി. അങ്ങനെ എടുത്തതാ. ഇതിപ്പോ എന്റെ പേര് കിടക്കുന്നത് 2005 വണ്ടിയാ. ഇതിപ്പോ ഈ കണ്ടീഷൻ ആണെങ്കിൽ 10 രൂപ. 65 മൈലേജ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുമ്മാ മഴത്തൊക്കെ ഓടിച്ചോ നടക്കുന്ന വണ്ടിയാ. 10,000 രൂപ ഒറ്റ സ്റ്റാർട്ടാ. ഇപ്പൊ ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരു 3-4 രൂപ ആവും പേപ്പർ എടുക്കണമെങ്കിൽ. അതൊരു 2-3 മാസങ്ങളുണ്ട്. ഈ കണ്ടീഷൻ 10 രൂപ. ടെസ്റ്റ് ചെയ്താണ് 10-14 രൂപയ്ക്ക് തരാം. 60-65 മൈലാണ്. നല്ല വണ്ടിയാ. അത് 10,000 രൂപ. ഇത് 75,000 രൂപ. 76. ഇത് ചോദിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് 32. അതാണ് ഈ ഒരു ബൈക്കുകളുടെ ഒരു സെക്ഷനിലേക്ക് അങ്ങ് നമ്മൾ അവതരിപ്പിച്ചതേ ഉള്ളൂ. ആവശ്യമുള്ളവർക്ക് നേരെ ഗ്യാരേജ് ആയിട്ട് വിളിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വരാം. ഓക്കെ. അപ്പൊ ജോബി ഇത് പോത്തല്ല, നല്ല അടിപൊളി ഒരു എരുമയും ഉണ്ട് ഈ വട്ടം.
എരുമയുണ്ട് കൊടുക്കാനായിട്ടുള്ള ഇവിടെ കിട്ടുന്നതാ മുറയാണ്. മുറ ഇനത്തിൽ പറ്റ ഒരു എരുമയും കൊടുക്കാനുണ്ട്. അധികം ഉദ്രകാരിയൊന്നുമല്ല. നല്ലൊരു എരുമക്കുട്ടിയുണ്ട്. കടിഞ്ഞൂലാണ്. ഇപ്പൊ നമ്മൾ കുത്തി വെച്ചിട്ടേ ഉള്ളൂ. എങ്ങനെ കളിച്ചാലും അത്യാവശ്യം നല്ല 1 രൂപ മേളിൽ വിൽക്കുന്ന എരുമ കാര്യങ്ങളാണ്. ചെറിയ കാര്യങ്ങൾ എങ്ങനെ നോക്കിയാലും കാൽനീളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരാൾക്കാണെങ്കിൽ നമുക്ക് നിന്ന് തീറ്റി വളർത്തി വലുതാക്കുവാണെങ്കിൽ എങ്ങനെ കളിച്ചാലും ഒരു 1-1.5 രൂപ വിൽക്കുന്ന എരുമയാണ്. നല്ല കാൽനീളവും കാര്യങ്ങളും മുതുകു നീളവും എല്ലാം ഉള്ള ഒരു എരുമയാണ്. മുറ ഇനത്തിൽപ്പെട്ട ഒരു എരുമയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു പോത്തും കൊടുക്കാനായിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ ഇറച്ചിക്കാണെങ്കിലും കട്ട് ചെയ്യുന്നവർക്കാണെങ്കിലും ഇണക്കമുള്ള ഒരു പോത്തുകിടാവും കിടപ്പുണ്ട്. ഇതും മുറ ഇനത്തിൽപ്പെട്ടതാണ്. നമ്മൾ നോക്കി മേടിച്ചതാണ്. ഇതിന് നമ്മൾ അടുത്തുനിന്ന് ഒരു ഫാമിൽ നിന്ന് മേടിച്ചാ വളർത്തുന്നത്. അപ്പൊ മഴ സമയമായിട്ട് നമ്മൾ എന്നാ കൊടുത്തേക്കാലോ എന്ന് ഓർത്തു. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന 18 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന 18 രൂപയും 18,000 രൂപയാണ്. ഇത് നല്ല ഇണക്കമുള്ള മൂക്കേറും കാര്യങ്ങളും എല്ലാം ഇടുവാമനെ കണ്ടില്ലേ, നല്ല ഇണക്കമുള്ള ഇനമാണ്. മുറ ഇനത്തിൽപ്പെട്ടതാ കേട്ടോ. ഇതിപ്പോ നമ്മൾ വളർത്താൻ തുടങ്ങിയിട്ട് എങ്ങനെ കളിച്ചാലും ഒരു 1.5-2 കൊല്ലം നമ്മൾ ചെറുപ്പത്തിൽ മേടിച്ചാണ്. ഇതിനെ ഇപ്പൊ കുത്തിവെച്ചാണ്. കുത്തിവെച്ചാ ഈ പ്രായത്തിൽ നമ്മൾ മേടിച്ച് വലുതാക്കിയാണ് ഇതിനിപ്പോ ഒരു 2 കൊല്ലം അടുത്തായിട്ടുണ്ട്. 2.5 കൊല്ലമായി. അത്യാവശ്യം നല്ല ഇണക്കവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ നമ്മള് തെങ്ങായിലുള്ള ഗ്യാരേജിൽ നിന്നായിരുന്നു വന്നിരുന്നത്. അപ്പൊ ഗ്യാരേജിൽ നിന്നുള്ള വണ്ടികളുടെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെച്ചത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട വണ്ടികളൊക്കെ നിങ്ങൾ ഇവിടെ നിന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. ആ വണ്ടികളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രൈസിന് ചേരുന്ന വണ്ടി ഏതാണോ ആ വണ്ടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ ലൊക്കേഷൻ ഞാൻ ഒരിക്കൽ കൂടി പറയാം. കോട്ടയത്ത് ചങ്ങനാശ്ശേരിയില് തെങ്ങണയില് ഹ്യുണ്ടായി ഷോറൂമിന് തൊട്ടടുത്തിരിക്കുന്ന ഗ്യാരേജ് ആണ്. എനിവേ എന്തായാലും നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ലൊക്കേഷനോടെ ഞാൻ താഴെ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ഓൾറെഡി തന്നെ താഴെ നമ്മൾ ഇതിന്റെ നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ഷെയർ ചെയ്യുന്ന കാര്യം ആൾക്കാരിലേക്ക്, അതായത് വേണ്ടിയ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന കാര്യം ഒന്ന് പരിശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീണ്ടും നമുക്ക് ഇതിനേക്കാൾ കിടിലമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് നടത്താം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. ബൈ.